ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയം പറയാനാണ് പ്രാദേശിക ചരിത്രത്തെ കൂട്ടുപിടിക്കുന്നത്. ചെറുകാട് പറയുന്നത് പോലെ തൻ്റെ മുരിങ്ങ ചുവട്ടിൽ നിന്നും ലോകത്തെ കാണുന്നത് പോലെ. എങ്ങനെയാണ് ആഗോള സാമ്രാജ്യത്വത്തിൻ്റെ സാമ്പത്തിക പ്രത്യയശാസ്ത്രം ടൂറിസത്തിലൂടെ ഊരു ചുറ്റുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മരക്കാപ്പിലെ തെയ്യങ്ങൾ എഴുതുന്നത്. അല്ലാതെ അവിടുത്തെ തെയ്യത്തിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ടല്ല എന്ന് വായനക്കാർക്ക് അറിയാം. എന്മകജ എന്നൊരു നോവൽ എഴുതുമ്പോൾ കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് കർണാടകത്തോട് മുട്ടി നിൽക്കുന്ന ഒരു ഗ്രാമത്തെ പകർത്തുമ്പോൾ, അവിടെയുള്ള മിത്തുകളെ പകർത്തുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് രാസകീടനാശിനി എങ്ങനെ ലോകത്തെ മുഴുവൻ ഗ്രസിക്കുന്നു എന്നുള്ളതും, എന്മകജ എന്നുള്ളത് ഒരു ഗ്രാമത്തിന്റെ പേരല്ല, ലോകത്തിലെ എല്ലാ ഗ്രാമങ്ങളുടെയും പേരാണ് എന്ന് പറയാനുമാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ പുതിയ 2 മാസം മുമ്പ് ഇറങ്ങിയ അല്ലോഹലൻ എന്ന നോവലിലും ഞാൻ ശ്രമിക്കുന്നത് 14-ാം നൂറ്റാണ്ടിലെ കഥയാണ് പറയുന്നതെങ്കിലും അത് 14-ാം നൂറ്റാണ്ടിലെ കഥയല്ല എന്ന് നോവൽ വായിക്കുന്ന എല്ലാവർക്കും അറിയാം. ജാതി എന്ന് പറയുന്ന ഒരു നൃശംസതയെ നമ്മുടെ സ്ഥൂല അനുഭവങ്ങളിൽ നിന്നും, നമ്മൾ ക്ഷേത്രപ്രവേശന വിളംബരം കൊണ്ടും പുരോഗമന പ്രസ്ഥാനങ്ങളുടെ മുന്നേറ്റങ്ങൾ കൊണ്ടും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നീക്കങ്ങൾ കൊണ്ടുമൊക്കെ നമ്മൾ സ്ഥൂലതലത്തിൽ നിന്നും നമ്മുടെ ജാതിയെ ഉന്മൂലനം ചെയ്തിട്ടുണ്ടെങ്കിലും സൂക്ഷ്മതലത്തിൽ ജാതി അതിൻ്റെ വേരുകൾ മുഴുവൻ നമ്മുടെ ഉള്ളിൽ ആഴ്ത്തി നിൽക്കുന്നത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു വീട്ടിൽ മരണം നടന്നു കഴിഞ്ഞാൽ ഉടനെ സടകുടഞ്ഞെഴുന്നേൽക്കുന്നത് ജാതിയായിരിക്കും. കല്യാണത്തിനായാലും തെരഞ്ഞെടുപ്പായാലും എവിടെയായാലും ജാതി കാണാമറയത്ത് ഉണ്ട്.